ഇപ്പോൾ അജയ്, മർദ്ദനമേറ്റ അജയ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അജയ്, പ്രതികൾക്കൊക്കെയും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. SITക്ക് തിരിച്ചടിയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആദ്യം തന്നെ ഇതൊരു ആക്ഷൻ സ്വീകരിച്ചു. പക്ഷേ ആ ആക്ഷനിൽ ആദ്യം തന്നെ പരാജയം അല്ലെങ്കിൽ തിരിച്ചടി നേരിടുക എന്നുണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ അങ്ങയുടെ പ്രതികരണം? വിശദമായ ഓർഡർ കണ്ടിട്ടില്ല. ജാമ്യം അനുവദിച്ചു എന്നിങ്ങനെ അറിഞ്ഞു. തീർച്ചയായും വളരെ നിരാശകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ ഓർഡർ എന്നുള്ള കാര്യം വിശദമായി പരിശോധിച്ചിട്ട് നിയമവിദഗ്ധരുമായി സംസാരിച്ച് അനന്തര നടപടി എന്താണ് എന്നുള്ളതിനെ പറ്റി പരിശോധിക്കുന്നതാണ്. ഈ റിപ്പോർട്ട് രൂപീകരിച്ചതിലും പല ഇടത്തുണ്ടായ വീഴ്ചയും ക്രമക്കേടും അതിലുണ്ടായിട്ടുള്ള അട്ടിമറികൾ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് ഇവർക്ക് ജാമ്യം ലഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ജാമ്യം ലഭിക്കേണ്ട ഒരു കുറ്റമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. എന്താണ് അനന്തര നടപടി എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഒന്ന് സംസാരിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാവും. ശരി, എന്തായാലും തുടർ നടപടികളിലേക്ക് കൂടുതൽ നിയമ വിദഗ്ധരെ സമീപിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് മർദ്ദനമേറ്റ അജയ് ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണം.